ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സിനോണിംസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം, അതായത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 50 ഡേയ്സ് ചാലഞ്ചിനകത്ത് കവർ ചെയ്തിട്ടുള്ള സിനോണിംസ് ഇല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു റിവിഷൻ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും കൂടെ നമ്മൾ ഇന്ന് രാത്രി 7 മണിക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ മോക്ക് ടെസ്റ്റിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റിന് 3 സെക്കൻഡ് സമയം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, എലിയൂഡ്. എലിയൂഡിൻ്റെ സിനോണിം എന്താ? ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. എലിയൂഡിൻ്റെ സിനോണിം എന്താണ്? ആൻസർ എസ്കേപ്പ് ആണ് അല്ലേ, രക്ഷപ്പെടുക. എസ്കേപ്പ് ആണ് എലിയൂഡ്. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എലീനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടും അല്ലേ, എസ്കേപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എലി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. എസ്കേപ്പ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. നെസ്ലെ. നെസ്ലെ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല കേട്ടോ, വെറുതെ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കയറ്റേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വായിക്കുന്നില്ല. നെസ്ലയുടെ സിനോണിം എന്താണ്, മീനിങ് എന്തായിട്ട് വരും? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ആൻസർ സെറ്റിൽ കംഫോർട്ടബ്ലി ആണ് കേട്ടോ. സെറ്റിൽ കംഫോർട്ടബ്ലി. നമ്മൾ കോഡായിട്ട് പറഞ്ഞിരുന്നു നമ്മുടെ നെസ്റ്റിനകത്ത് അല്ലേ, നെസ്റ്റിനകത്ത് കിളികളൊക്കെ കംഫോർട്ടബിളായിട്ട് സെറ്റിൽ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. കോംപ്ലിമെൻറ്റ് ഐ ആണ്. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ പ്രേസ് ചെയ്യുക അല്ലേ, പുകഴ്ത്തുക. അപ്പോൾ ഐ ഉണ്ട്, ഇ ഉണ്ട്. ഐ വരികയാണെങ്കിൽ എന്താ? പുകഴ്ത്തുക, എന്നെ പുകഴ്ത്തുക എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർക്കുക കേട്ടോ. ഐ വരികയാണെങ്കിൽ പുകഴ്ത്തുക. ഇ ആണെങ്കിൽ എന്താ? ഈ ആണെങ്കിൽ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ പോർഷൻ വിച്ച് ഇസ് റിക്വയർഡ് ടു മേക്ക് എ ഗ്രൂപ്പ് കംപ്ലീറ്റ്, അതായത് പൂർത്തിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അംശം, അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് ഈ വരുമ്പോൾ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ സ്പെല്ലിംഗ് കറക്റ്റ് നോക്കിയിട്ട് ആൻസർ ചെയ്യണേ. അടുത്ത ചോദ്യം നോക്കാം. ഫെർവൻലി. ഫെർവൻലിയുടെ സിനോണിം എന്താണ്? ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ് ആണ് കേട്ടോ. ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ്. നമ്മൾ പറഞ്ഞു ഫെർവെൻറ്റ് എന്ന് പറയുമ്പോൾ സെർവൻ്റ് എന്നൊക്കെ ആലോചിക്കുക അല്ലേ. നമ്മൾ ആരെങ്കിലുമൊക്കെ സെർവൻ്റ് എന്ന് വിളിച്ചാൽ നമുക്ക് കുറച്ച് ഫീലിങ്സ് വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ്. ഷോയിങ് സ്ട്രോങ് ഓർ ഇൻറ്റൻസ് ഫീലിങ്സ്. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റംബിൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ടു ഹിറ്റ് യുവർ ഫൂട്ട് എഗെയിൻ സംതിങ്. കാലിടറുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് സ്റ്റംബിൾ. നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ സ്റ്റമ്പിൽ അല്ലേ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ സ്റ്റമ്പിൽ കാല് തട്ടി വീണു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. ടു ഹിറ്റ് യുവർ ഫൂട്ട് എഗെയിൻസ്റ്റ് സംതിങ്. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വെയിൽ. ഇതെല്ലാം SCERT ആണ് കേട്ടോ. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ ടു ക്രൈ ലൗഡ്ലി ആണ്. ഉറക്കെ കരയുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വെയിൽ. നമ്മൾ പറഞ്ഞു ഈ ചെറിയ കുട്ടികളൊക്കെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉറക്കെ കരയും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ടു ക്രൈ ലൗഡ്ലി ആണ് വെയിൽ. അടുത്ത ചോദ്യം നോക്കാം. എബ്രോഗേറ്റ്. എബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ആൻസർ എബോളിഷ് ചെയ്യുക അല്ലേ, ഇല്ലാണ്ടാക്കുക, എബോളിഷ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എബ്രോഗേറ്റ്. നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് അല്ലേ. ഗേറ്റിൻ്റെ അവിടെ ഒരു ബ്രോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവൻ അവിടെ നിന്ന് ഓടിക്കും എന്നുള്ള രീതിയിൽ, എബോളിഷ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം, ഡെട്രിമെൻ്റൽ. ഡെട്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഡെട്രിമെൻ്റൽ. ആൻസർ ഹാംഫുൾ ആണ് അല്ലേ, ഹാംഫുൾ. ഇപ്പോൾ മെൻ്റൽ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാംഫുൾ ആണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം അല്ലേ, ഹാംഫുൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒസിഫൈ. ഒസിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ ടു ബിക്കം റിജിഡ് ആണ്, അതായത് ദൃഢപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ടു ബിക്കം റിജിഡ്. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഓസിന് നമ്മൾ ആദ്യം ഓസിനൊക്കെ ഒരാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ തരുമായിരിക്കും. പിന്നെ നമ്മൾ ഓസിന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൃഢമാവും, അവരുടെ മനസ്സൊക്കെ ദൃഢമാവും എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു അല്ലേ. സോ ഓസിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു ബിക്കം റിജിഡ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാസിലേഷൻ. വാസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. വാസിലേഷൻ ഈ കഴിഞ്ഞ ഏതൊരു എക്സാമിന് ചോദിച്ചിരുന്നതാണ് കേട്ടോ. വാസിലേഷൻ നമ്മൾ അതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പറഞ്ഞോ. ആൻസർ ഫ്ലക്ച്വേഷൻ ആണ് അല്ലേ, ഫ്ലക്ച്വേഷൻ. വാസിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേഷൻ. അപ്പോൾ വാക്സിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോവിഡിൻ്റെ കേസൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ. വാസിലേഷൻ, ഫ്ലക്ച്വേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 11th വൺ, ആക്രിമണി. ആക്രിമണി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആലോചിച്ചിട്ട് പറഞ്ഞേ. ആക്രിമണി. ആൻസർ എൻമിറ്റി ആണ് അല്ലേ, എൻമിറ്റി ആണ്, ശത്രുതയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറഞ്ഞേ? ആക്രിക്കാർ നമ്മുടെ അടുത്ത് കൂടുതൽ മണി ചോദിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നെ ഒരു ദേഷ്യം, ശത്രുതയൊക്കെ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലേ. എൻമിറ്റി എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോയിൽ. ടോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോയിൽ. ആലോചിച്ചിട്ട് പറഞ്ഞേ. ടോയിൽ.
വർക്ക് ഹാർഡാണ് അല്ലേ. നമ്മൾ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക കേട്ടോ. വർക്ക് ഹാർഡാണ് ടോയ്ലറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഗ്നോമിനി. ഇഗ്നോമിനി എന്ന് പറഞ്ഞാൽ എന്താ? ഇഗ്നോമിനി ഹ്യൂമിലിയേറ്റ് ആണ് അല്ലേ, അപമാനിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇഗ്നോമിനി. അപ്പം മിനീനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ, ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ കേട്ടോ. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. നപ്റ്റേൽസ്. നപ്റ്റേൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നപ്റ്റേൽസ് ആൻസർ വെഡ്ഡിങ് ആണ്. ഓക്കെ, വെഡ്ഡിങ്. അപ്പോൾ നപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ടയൽ അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ന്യൂ ടയലൊക്കെ ഇടുന്ന എപ്പോഴായിരിക്കും? കല്യാണ സമയത്തൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആണ് നപ്റ്റൈൽസ്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം നോക്കാം. സ്ലാൻഡർ. സ്ലാൻഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ലാൻഡർ ആൻസർ ടു ഡീഫെയിം ആണ് അല്ലേ, അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് സ്ലാൻഡർ. അപ്പം നമ്മളിങ്ങനെ സ്ലാൻഡിങ് ലൈൻ ഒക്കെ പറയില്ല, ഇങ്ങനെ സ്ലാൻഡ് ചെയ്യുക, ഇങ്ങനെ ചെരിയുക, അതൊക്കെ നമ്മളിങ്ങനെ അപകീർത്തിപ്പെടുത്തുമ്പോൾ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ടു ഡീഫെയിം ആണ് സ്ലാൻഡർ. അടുത്ത ചോദ്യം റീകാൽസിട്രൻറ്റ്. റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റീകാൽസിട്രൻറ്റ് ആൻസർ ഡിസൊബീഡിയൻ്റ് ആണ് അല്ലേ, ഒബേ ചെയ്യാണ്ട് ഡിസൊബീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തല്ല നമ്മൾ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം അല്ലേ, വീണ്ടും വീണ്ടും നമ്മൾ അയാളെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് വീണ്ടും വീണ്ടും പറയുന്ന എപ്പോഴായിരിക്കും? അയാൾ ഡിസൊബീഡിയൻ്റ് ആകുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോ. റോ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളൂ. റോ SCRT ആണ് റോ. റോ എന്ന് പറഞ്ഞാൽ തല്ല് പിടിക്കുക അല്ലെങ്കിൽ ക്വാറൽ, വഴക്കിടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റോ. നമ്മൾ പറയില്ലേ നിര എന്നൊക്കെ നമ്മൾ പറയും, അത് വേറെ മീനിങ് ആണ് കേട്ടോ. ഇത് ക്വാറലാണ്. അപ്പോൾ നമ്മൾ ഇന്ന റോയിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തല്ലൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ക്വാറലാണ് റോ. ഇനി 18ാമത്തെ ചോദ്യം. ഇൻക്രെഡുലസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇൻക്രെഡുലസ്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ് അല്ലേ, വിശ്വാസം വരാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻക്രെഡുലസ്. നമ്മൾ ക്രെഡുലസ് പറഞ്ഞിരുന്നു അല്ലേ, വിശ്വസനീയമായിട്ടുള്ള എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന കേടാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ളത് കേട്ടോ. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചേക്കണേ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആമിഗോ. ആമിഗോ എന്ന് പറഞ്ഞാൽ എന്താ? ആമിഗോ എന്താണ് ആൻസർ? ആൻസർ ഫ്രണ്ട് ആണ് അല്ലേ, ഫ്രണ്ട് കൂട്ടുകാരൻ. ആമിഗോ നമ്മൾ ആമിയബിൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ആമിഗോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. സ്റ്റിങ്. സ്റ്റിങ് എന്ന് പറഞ്ഞാൽ ആൻസർ അൺപ്ലസൻ്റ് ആണ് അല്ലേ, അൺപ്ലസൻറ്റ്, അതായത് ദുർഗന്ധം എന്നൊക്കെ ഒരു മീനിങ് ആണ് സ്റ്റിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാൽവർ. സാൽവറിൻ്റെ സിനോണിം എന്താ? പറഞ്ഞോളൂ. സാൽവർ. സാൽവർ എന്ന് പറഞ്ഞാൽ ട്രേ ആണ് അല്ലേ. നമ്മളെങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞേ? വീട്ടിൽ 4 പേരൊക്കെ വരികയാണെങ്കിൽ സാൽവർ എന്ന് വെച്ചിട്ട് ആലോചിക്കട്ടെ. 4 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേയിലൊക്കെ ആയിരിക്കും ചായ കൊടുക്കണം എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. അപ്പോൾ സാൽവർ എന്ന് പറഞ്ഞാൽ ട്രേ ആണ്. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. എറ്റിക്വറ്റ്. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. എറ്റിക്വറ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ബിഹേവിയറാണ് എറ്റിക്വറ്റ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എറ്റിക്വറ്റ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ. ഇനി 23ാമത്തെ ചോദ്യം. ബോയ്സ്ട്രസ്. ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയ്സ്ട്രസ് പറഞ്ഞേ. ബോയ്സ്ട്രസ് എന്താണ്? ബോയ്സ്ട്രസ് എന്ന് പറഞ്ഞാൽ നോയ്സിയാണ് അല്ലേ. ബോയ്സിന് സ്ട്രെസ്സ് വരികയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ആൻസർ നോയ്സി. ഇനി 24ാമത്തെ ചോദ്യം. മ്യുണ്ടെയിൻ. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യുണ്ടെയിൻ. മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആണ് അല്ലേ. ഈ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ മ്യുണ്ടെയിൻ എന്ന് പറഞ്ഞാൽ ഓർഡിനറി. ഇത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് കേട്ടോ. സൈക്കോഫെൻറ്റ്. സൈക്കോഫെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈക്കോഫെൻറ്റ് പറഞ്ഞോളൂ. സൈക്കോഫെൻറ്റ് ഫ്ലാറ്ററാണ് അല്ലേ, ഫ്ലാറ്ററാണ്. അപ്പോൾ സൈക്കോഫെൻ എന്ന് പറയുമ്പോൾ പൊങ്ങച്ചം, പുകഴ്ത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഫ്ലാറ്റിലുള്ള ഏതെങ്കിലും ഒരു സൈക്കോ ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഫ്ലാറ്റർ പൊങ്ങച്ചമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7 മണിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഒരു റിവിഷൻ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്. റിവിഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നെഗറ്റീവ് ഒക്കെ മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. നെഗറ്റീവ് ഒക്കെ വരുത്താണ്ട് കറക്റ്റായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒക്കെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. റിവിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് സമയം പോയെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7 മണിക്ക് കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.